ആ കനകാമ്പര 11 മണിക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസുണ്ട്. താൻ അങ്ങോട്ട് പോകണം. ലേറ്റ് ആകരുത്. മജിസ്ട്രേറ്റിൻ്റെ സ്വഭാവം അറിയാലോ. നിസാര കാര്യത്തിന് അവർ ചാടി കടിക്കും. ആ വെറുതെ എന്നെ തെറി കേൾപ്പിക്കല്ലേ. ആ ആ താൻ പോയിട്ട് തന്നെ വിളിക്കണം. ശരി ശരി ഓക്കെ. മുട്ടക്കൂടത്ര ഇത് ചെയ്തത് ആരാണെന്ന് എനിക്കറിയാം. ആർച്ചേ, അപ്പുറത്ത് താമസിക്കുന്ന മൃഗം ഒരു ഫ്രോഡാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായി. ഇപ്പൊ എങ്ങനെയുണ്ട്? അതിനിപ്പോ എന്തോ ഉണ്ടായി? ആ ഇത് മുട്ടയല്ലേ? സത്യമായിട്ട് മുട്ട കഴിക്കില്ലല്ലോ, പിന്നെ ഇതിന് ഇത് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നേ? ഇത് വെറും മുട്ടയല്ല. സാധാരണ കോഴി ഇടുന്ന മുട്ടയിൽ ഇങ്ങനെ പെയിന്റ് അടിച്ച് എഴുതിയൊന്നും വെക്കാറില്ല. ഇത് കൂടോത്രമാണ്, കൂടോത്രം. നമ്മുടെ കോമ്പൗണ്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതെന്തോ വലിയ കൂടോത്രമാണ്. ചെയ്തത് ആ മൃഗമാണെന്നുള്ളത് ഉറപ്പാണ്. സത്യം എന്തൊക്കെയാ പറയുന്നേ? മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു മുട്ട നമ്മുടെ കോമ്പൗണ്ടിൽ എങ്ങനെ വരും? എനിക്കറിയില്ല. എനിക്കറിയാം. ഇതിന്റെ പിന്നില് അവൻ തന്നെയാണ്. ഇത് ശത്രു സംഹാരത്തിനുള്ള കടുത്ത കൂടോത്രമാണ്. ഇതിൽ എഴുത്തും കുറിയൊക്കെ ഉണ്ടോ? ശത്രു എന്ന് വരെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ കോമ്പൗണ്ടിൽ കൊണ്ടുവയ്ക്കാൻ അവൻ തന്നെ, അല്ലാതെ വേറെ ആരുമല്ല. അത് കൊള്ളാം. സത്യേട്ടൻ ഒരു പോലീസുകാരനല്ലേ? ശത്രുക്കൾക്കാണോ പഞ്ഞം? സത്യേട്ടൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചവരോ ചോദ്യം ചെയ്തവരോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ സത്യേട്ടനെ ഒരിക്കൽ പരിചയപ്പെട്ട ആർക്ക് ശത്രു തോന്നും? എനിക്ക് പോലും ഉണ്ട് സത്യേട്ടനോട് ശത്രുത. ആ പക്ഷെ ഇത് ചെയ്തത് ഞാനല്ല. എനിക്ക് ഈ കൂടോത്രത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ഈ കോഴിമുട്ടയല്ല ആനമുട്ടയിൽ കൂടോത്രം ചെയ്തേനെ. പക്ഷേ തമാശ പറഞ്ഞ് കളിക്കാനുള്ള നേരമല്ല ഇത്. ഇത് അവൻ ഏതോ വലിയ മന്ത്രവാദിയെ കൊണ്ട് കൂടോത്രം ചെയ്യിച്ചിരിക്കുന്നതാ. അല്ലെങ്കിൽ ചിലപ്പോൾ അവന് എന്റെ കൂടോത്രം ചെയ്യാൻ അറിയായിരിക്കും. ഇത് വലിയ പ്രശ്നമാവും. സത്യമായിട്ട് ഒരു പോലീസുകാരനല്ലേ? ഇത് കൊണ്ട് കിടക്കാൻ നാണമില്ലേ? ഒരു കൂടോത്രം കൊണ്ട് വന്നിരിക്കുന്നു. ആർച്ചേ, ഇത് കുട്ടിക്കളിയല്ല. അവൻ എന്തിനാണ് ഇത് ചെയ്തതെന്നറിയണം. എന്നാലേ പ്രതിവിധി ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു പ്രതിവിധി പറയട്ടെ? പറയ്. ആ മുട്ട എന്നിട്ടാ, അതുകൊണ്ട് ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കി തരാം. അത് കഴിച്ച എല്ലാ പ്രശ്നത്തിനും പരിഹാരം. നീയൊക്കെ അനുഭവിച്ചാലേ പഠിക്കുള്ളൂ. പക്ഷെ ഞാനിതങ്ങനെ വെറുതെ വിടില്ല. അവൻ എന്തിനാണിത് ചെയ്തതെന്ന് എനിക്കറിയണം. ആ മൃഗത്തിന്റെ അന്ത്യത്തിന്റെ ആരംഭം. ഇനി ആലീസ് എങ്ങാനും ഡോക്ടറെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഉണ്ണിയാർച്ച. ആലീസ് ഇല്ലേ? ഇന്ന് കണ്ടില്ല. അകത്തുണ്ട്, അടുക്കളയല്ല. വിളിക്കണോ? വേണമെന്നില്ല, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ആ ഡോക്ടർ എങ്ങനെയാ? ഭയങ്കര ദൈവവിശ്വാസമാണോ? എന്തേ? അല്ല, വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ വിശ്വാസിയൊന്നുമല്ല, എന്നാലും ഉണ്ട്. ആലീസെ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ നല്ല വിശേഷം. പ്രത്യേകിച്ചൊന്നുമില്ല. ആലീസ് എങ്ങനെയാ? വലിയ ദൈവവിശ്വാസിയാണോ? അയ്യോ, അവള് 3 നേരം പ്രാർത്ഥിക്കും. ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ പള്ളി പോവുകയും ചെയ്യും. ദൈവവിശ്വാസം മാത്രമേ ഉള്ളോ അതോ വേറെന്തെങ്കിലും വിശ്വാസം ഉണ്ടോ? വേറെ വിശ്വാസം? അതെന്ത് വിശ്വാസം? അല്ല, മനുഷ്യര് പലതരക്കാരല്ലേ, ഒരു തരം വിശ്വാസം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടോന്നാ ചോദിച്ചത്. അങ്ങനെ വിശ്വാസമൊന്നുമില്ല അല്ലേ? അപ്പൊ ശരി, നടക്കട്ടെ. വർഷം 2024 മറക്കണ്ട. ഈ പെൺപിള്ളെ കണ്ട് രാവിലെ തന്നെ ഭ്രാന്താ. വർഷം 2024 നമുക്കറിയാൻ പാടില്ല. ഇടി ഇതല്ല, സംസാരത്തിൽ എന്തോ പന്തികേടുണ്ട്. എന്തോ മനസ്സിൽ വെച്ചാ സംസാരിച്ചിരിക്കണം. ആണ് ഏലാണ്.
ഇച്ചായ ഉം. ഇതുണ്ടോ ഇച്ചായ? എന്തോന്ന് നമ്മുടെ ഗേറ്റിന്റെ അവിടെ കിടന്ന് കിട്ടിയതാ. ആട്ടെ. ദേ എന്താണ്ട് ഇച്ചാന് മനസ്സിലായോ? ഇത് ഏലസല്ലേ എവിടെ കിടന്നിട്ട് നമ്മുടെ ഗേറ്റിന്റെ അവിടെ കിടന്ന്. നമ്മുടെ കോമ്പൗണ്ടിൽ ഇത് ആരും കൊണ്ടൊന്നിട ഇത് സാധാരണ ഏലസല്ല ഇച്ചായ, പിന്നെ കൂടോത്രവാ കൂടോത്രം. എന്ന പായോടെ കൂടോത്ത ഇച്ചായ നമ്മളെ നശിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ആരാ ഇച്ചായ ഇവിടെ ഉള്ളത്? ആര് അപ്പുറത്താ യക്ഷി. ഒരാളെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയല്ലേ, മോശം ആലീസെ. ഓ അവരെ പറ്റി പറഞ്ഞപ്പോ ഇച്ചായനങ്ങ് നൊന്തല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞതല്ല ആലീസെ. ഇടി ഇച്ചായ നമ്മൾ രണ്ടും മാത്രല്ലേ ഉള്ളു ഇവിടെ. ആ നമ്മൾ രണ്ടും അല്ലല്ലോ ഇത് അവിടെ കൊണ്ടിട്ട്. അല്ല അല്ല ഇത് ആരിട്ടാലും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല. അല്ലേ? അല്ല. ശരി അല്ല. നമ്മളെ നശിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ആരാ ഈ നാട്ടിലുള്ളത്? അപ്പുറത്താ പെണ്ണുമ്പോൾ ഇച്ചായ വന്ന അന്ന് തൊട്ട് അവരുടെ ഒരു കണ്ണ് ഇച്ചായന്റെ പുറത്തുണ്ട്. എന്റെ ഒരു നോട്ടവും ശ്രദ്ധയൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ആ ഉദ്ദേശം നടക്കുന്നില്ല. അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അവരുടെ ഉദ്ദേശം നടക്കാത്തത് കൊണ്ട് അവരേതോ മന്ത്രവാദീനെ കണ്ട് ഈ ഏലസും പൂജിച്ചിട്ട് നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ കൊണ്ടുവന്ന് ഇട്ടതാ. എന്തിന്? രണ്ട് ഉദ്ദേശം അവർക്കുള്ളത്. എന്തൊക്കെയാണ്? നമ്പർ 1 ഇച്ചായനെ വശീകരിക്കുക. മൂന്നൊന്നും മൂളൊന്നും വേണ്ട, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വശീകരിക്കുന്ന മന്ത്രവും ഏലസും ഒക്കെ ഉണ്ട് ഇച്ചായ. 2 എനിക്കെന്തെങ്കിലും പറ്റണം. എനിക്കെന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ തടസ്സമൊക്കെ മാറിയല്ലോ. ഇങ്ങനെ വിവരക്കേട് പറയല്ലേ എന്റെ ആലീസെ. ഇത് ഒരു വിവരക്കേടുമല്ല, രണ്ടാമത്തെ തന്നെയാണ് എനിക്ക് എന്തെങ്കിലും പറ്റണം. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. എടി ക്രിസ്ത്യാനിക്ക് എന്ത് കൂടോത്രം? എന്റെ പോലെ ആലീസെ, നീ അത് അവിടെ വെച്ചിട്ട് നീ അടുക്കളയിൽ എന്തെങ്കിലും ജോലിയോടെ പോയി ചെയ്യ്. ഓ ഇച്ചായ അവരവിടെ നിന്ന് ഗേറ്റിന്റെ അവിടെ വന്ന് രാവിലെ എന്താ പറഞ്ഞത്? നമ്മളോട് എന്താ ചോദിച്ചത്? എന്ത്? നമുക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചില്ലേ? ഇങ്ങോട്ട് നോക്കി പറ. അതും ചോദിച്ചു. ചോദിച്ചില്ലേ? സംശയിക്കേണ്ട, ഇത് അവർ തന്നെയാണ്. അവർ ചെയ്ത കൂടോത്രം തന്നെയാണിത്. ഞാൻ ഹോസ്പിറ്റലിലാ. ഫ്രീ ആകുമ്പോ വിളിക്കാവേ. ഓക്കെ ബൈ. പുതിയ ഇര വന്ന് വീണിട്ടുണ്ടല്ലോ, സെറ്റ് ആക്കിയാ? സദാശിവൻ ചേട്ടാ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുത്. ചേട്ടനോട് ഞാൻ വല്ല സഹായം ചോദിച്ചോ? ഇല്ലല്ലോ. അല്ല, ഈ കാര്യത്തിൽ എന്നോട് സഹായം ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഈ കാര്യത്തിൽ ഒരു വിവരവും ഇല്ല. അത് തന്നെയാണ് കാര്യം. യാതൊരു വിവരവും ഇല്ല. പക്ഷെ സാറിനോട് എന്നെ പറ്റി വേണ്ടാതിനും പറയാൻ നല്ല വിവരമാണല്ലോ. ഞാൻ എന്ത് വേണ്ടാതിനും പറഞ്ഞു? വേണ്ടാതിനും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ സാർ എന്നെ കാണുമ്പോൾ മൈൻഡ് ചെയ്ത് നടക്കുന്നത്? ജോർജ് കുട്ടി സാർ ഒരു മാന്യനാ, അതുകൊണ്ടാ മൈൻഡ് ചെയ്യാതെ കിടക്കുന്നത്. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, ഒരു മാന്യൻ. സദാശിവൻ ചേട്ടൻ നോക്കിക്കോ, കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും ഞാൻ അങ്ങനെ വളച്ചെടുത്തിരിക്കും. മുടിച്ചിടാൻ കൂട്ട് ഭഗവതി കാത്തോളനെ. സദാശിവൻ ചേട്ടാ. എന്താ സാർ? നമ്മുടെ പ്രഭാരനായുടെ വീട്ടിലെ പശുവിനെ 2 ദിവസമായിട്ട് വൈറലാക്കാം. ഏത് സാർ? ആ പ്ലാക്കാട്ട് വിളയില്ലേ? ഓ, ഇപ്പൊ കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ലെന്ന്. അപ്പൊ നമുക്കൊന്ന് അതൊരപ്പാ. ഇവിടെ ഇരിക്കുന്നേക്കാൾ നല്ലത് അങ്ങോട്ട് പോകുന്നതാ. എന്താ? ആ പെണ്ണും ഇവിടെ സഹിക്കാൻ വയ്യ സാർ. അങ്ങനെയൊന്നും പറയല്ലേ. ഒരത്ര വലിയ കുഴപ്പക്കാരിയൊന്നും അല്ല. ഇച്ചിരി പഞ്ചാരയുടെ അസുഖമുണ്ട്, നമ്മളെ മൈൻഡ് ചെയ്യാതിരുന്നാ. ഇച്ചിരിയൊന്നുമില്ല, വളരെ കൂടുതലാ. എന്നോട് പറയാ സാറ് മൈൻഡ് ചെയ്യുന്നില്ല. കൂടോത്രം ചെയ്തിട്ടാണെങ്കിൽ ശരി, സാറിന്റെ മനസ്സ് മാറ്റും. ഇച്ചായ ഇച്ചാന്റെ കൺമുമ്പിൽ ഇതൊന്നും കണ്ടിട്ട് ഇച്ചാന് വിശ്വാസം വരുന്നില്ലേ? ആ പവിത്രനെ വിളിച്ചേ. പവിത്രനെ വിളിക്കാൻ. വിളിക്കാന്നേ. അയാളല്ലേ നമുക്ക് ഈ വീട് റെഡിയാക്കി തന്നത്. അപ്പൊ ഇതിനുള്ള പരിഹാരം അയാൾ തന്നെ ചെയ്തു തരണം. വിളിക്കായ. വിളിക്കാൻ. നിനക്കെന്താടി? വിളിക്ക്. വിളിക്കാം. സാറ് തന്നെ വർത്താനേ പറയുന്നു. ഡോക്ടർ അങ്ങനെ ചെയ്യൊന്നുമില്ല. പുള്ളി നല്ല മാന്യനായ മനുഷ്യ. മാന്യൻ എന്നെ കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കരുത്. ഇത് അവനേ ചെയ്യൂ. ശരി, ഈ ഡോക്ടർക്ക് ഇപ്പൊ എന്തിനാന്ന് ഇത് ചെയ്യേണ്ട ആവശ്യമല്ലോ ഉണ്ടോ പുള്ളിക്ക്? എടാ, അവൻ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അവൻ്റെ ചിരിയും കളിയും. അവൻ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. ഒന്നുമില്ലെങ്കിലേ ഞാനൊരു പോലീസുകാരനാണ്. നീയാണ് ഇതിനെല്ലാം കാരണക്കാരൻ. ഞാനിത് എന്നാ കാണിച്ച നീ പറയുന്നത്? ഞാൻ അറിയാതെ നീയല്ലേ മുതലിനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേ. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, തലവേദന മുഴുവൻ എനിക്കാ. എങ്ങനെയൊന്നും അറിയണ്ട, അതിന് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിപ്പിച്ചോളാം. സാറിന്റെ പ്രയാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പോൾ അവരോട് എന്തോ ചെന്ന് പറയും. ഒരു പക്ഷെങ്കിൽ ഈ ഡോക്ടർ അല്ല ഇത് ചെയ്തെന്നുണ്ടെങ്കിൽ ആ പുള്ളി എന്റെ കർണം ഒഴിച്ച് പൊട്ടിക്കല്ലേ. പവിത്ര, ഇത് അവനേ ചെയ്യൂ, വേറെ ആരും ഇത് ചെയ്യില്ല. സാറേ, നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ പുള്ളി അങ്ങനെ ചെയ്യുന്നേ? നിനക്ക് ലോക വിവരമല്ലടാ. ഇപ്പൊ എന്തെല്ലാം കാര്യത്തിന് ആൾക്കാർ കൂടോത്രം ചെയ്യണമെന്ന് അറിയാമോ?
ജോലി കിട്ടാൻ, സമ്പത്ത് കൂടാൻ, അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, ഇതിനൊക്കെ വേണ്ടി ആൾക്കാർ കൂടോത്രം ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഡോക്ടർക്ക് സമ്പത്തുണ്ട്, ജോലിയുണ്ട്, അസുഖങ്ങളില്ല. പിന്നെ പുള്ളി എന്തിനാണ് ഈ കൂടോത്രം ചെയ്യുന്നത്? അവൻ്റെ ലക്ഷ്യം ഇതൊന്നും അല്ല. സ്ത്രീകളെ വശീകരിക്കുന്ന ഇടപാടാണ് അവനിപ്പം നടത്തിയിരിക്കുന്നത്. അവൻ്റെ ലക്ഷ്യമുണ്ടല്ലോ ആർച്ചയാ. ആ, ഞാൻ വന്ന അന്ന് മുതൽ ശ്രദ്ധിക്കുക. ആർച്ചയെ കാണുമ്പോൾ അവൻ്റെ ഒരു ബഹളവും ചിരിയും അട്ടഹാസവും. പക്ഷേ സമയോചിതമായ എൻ്റെ ഇടപെടൽ മൂലം അവൻ്റെ പദ്ധതികളെല്ലാം പാളി. അങ്ങനെ നടക്കാതെ വന്നപ്പോൾ അവനിപ്പോൾ കൂടോത്രത്തിലേക്ക് തിരിഞ്ഞേക്കണേ. സാറ് പറയുന്നത് കേട്ടാ തോന്നുന്നു സാറിൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധിയില്ലെന്ന്. അഥവാ ഇനി ആ ഡോക്ടർ വല്ല വെള്ളത്തിലുമായിട്ട് വന്നാൽ മെമ്പറുടെ അടുത്ത് ചിലവാകുമോ? എൻ്റെ പവിത്ര, ഇതൊന്നും അവൾ വേണമെന്ന് വെച്ചിട്ടല്ല. എല്ലാം കൂടോത്രമാണ്, കൂടോത്രം. അവൻ്റെ ഉദ്ദേശം ഒന്നുകിൽ നേരിട്ട് ആർച്ചയെ വശീകരിക്കുക, അല്ലെങ്കിൽ എന്നെ തട്ടിക്കളയുക. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും തടസ്സമില്ലല്ലോ. സാറൊരു പോലീസുകാരനല്ലേ സാറ്? ഈ കൂടോത്രം എന്നൊക്കെ പറയുന്ന സാധനം നിങ്ങൾ വിശ്വസിക്കാവൂ? എൻ്റെ പവിത്ര, കൂടോത്രത്തിന് അങ്ങനെ പോലീസ് പട്ടാളമൊന്നുമില്ല. അതീന്ദ്രിയ ശക്തികളെ കുറിച്ച് നിനക്ക് അറിയാൻ പാടില്ല കേട്ടാ. എന്തു കുന്തവലുവാട്ടെ, ഞാനിപ്പോൾ എന്നാ ചെയ്യണ്ടേ? അവനെ അവിടെ നിന്ന് ഓടിക്കണം. ഞാനോ? എന്തോ പറഞ്ഞു ഓടിക്കും? എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷെ അവൻ അവിടെ കാണാൻ പാടില്ല, അവൻ അവിടെ നിന്ന് ഓടിക്കണം. എൻ്റെ പൊന്ന് സാറേ, വേറെ വല്ല കാര്യമുണ്ടേ പറ. ഇതൊന്നും ഞാൻ കൂട്ടിയാൽ കൂടുന്ന കേസല്ല. അല്ല, ആലീസ് വിളിക്കുന്നു. ഏതാ, മൃഗത്തിൻ്റെ? ആ, ഹലോ. ആ ആലീസേ, അത്യാവശ്യമാണോ? ആ, എന്നാ ഞാൻ ഇപ്പം അങ്ങ് വരാം കേട്ടോ. ശരി ശരി ശരി. ആലീസ് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ, അവിടെ എന്തോ അത്യാവശ്യം വന്ന് ഞാൻ പോയി ഓടിങ്ങി വരാം. പിന്നെ ആ ഡോക്ടറെ ഓടിക്കുന്ന കാര്യം സാറ് പറഞ്ഞില്ലേ, അത് സാറ് തന്നെ അങ്ങ് ആലോചിച്ചാണ്ടാ മതി. നമ്മളെ വിട്ടേര്. ആ ആർച്ചേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? അല്ല, അവൻ ഒപ്പിച്ച് വെച്ച ഗുലുമാല് കൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എന്റെ സത്യേട്ടാ, നിങ്ങൾക്ക് എന്താ പ്രാന്താണോ? ഇത്രയും നാള് വീട്ടിലിരിക്കുമ്പോഴായിരുന്നു സമാധാനക്കേട്, ഇപ്പൊ സ്റ്റേഷനിൽ തുടങ്ങിയോ? ഹലോ, ഇത്രയും നാൾ ഞാൻ വീട്ടിലിരിക്കുമ്പോഴായിരുന്നു സമാധാനക്കേട്, ഇപ്പൊ സ്റ്റേഷനിലും സമാധാനമില്ല. എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഏതിന്റെ അർത്ഥം സർ? ആ, കരയാമ്പര, ആ മൃഗം ഉണ്ടല്ലോ, അവൻ എൻ്റെ വീട്ടിൽ കൂടോത്രം ചെയ്തു. കൂടോത്രോ? ആ, ഞാനത് കണ്ടുപിടിച്ചു. പക്ഷെ അത് പ്രവർത്തിച്ചു തുടങ്ങിയോ എന്നറിയാൻ എന്താ ഒരു വഴി? നമ്മൾ പോലീസുകാർ വിചാരിച്ച് നടക്കില്ല സാർ. നല്ലൊരു ജോത്സ്യനെ വിചാരിച്ചാൽ കാര്യം നടക്കും. തനിക്കറിയാവുന്ന ജോത്സ്യന്മാർ വല്ലതും ഉണ്ടോ? എനിക്ക് നല്ല പരിചയമില്ല, പക്ഷെ പൂക്കുഞ്ഞിനറിയാം. നല്ല ആളാണോ? നല്ല മിടുക്കനാണെന്നാ പറഞ്ഞത്. എന്നാ പൂക്കുഞ്ഞിനെ ഒന്ന് വിളിക്കേ. വിളിക്കാം സാർ. ആ സാർ, ആ, പൂക്കുഞ്ഞെ, കനകാമ്പരം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സാർ വിളിക്കുന്നത് മാത്രം പറഞ്ഞു സാർ. അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല സാർ. എന്താ സാർ പ്രശ്നം? അല്ല, പൂക്കുഞ്ഞിന് ഏതോ ജോത്സ്യനെ അറിയാമോ? അറിയാം സാർ. എന്താ സാർ? അല്ല, ആളെങ്ങനെ മിടുക്കനാണോ? മിടുക്കനാണോ? അവർ പാരമ്പര്യമായിട്ട് ജോത്സ്യന്മാരാണ് സാർ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ലോക പ്രശസ്തനായിരുന്നു. എത്ര സംഭവങ്ങൾ അവർ പ്രവചിച്ചിട്ടുള്ളതെന്നറിയാമോ? പ്രവചിച്ചതല്ല, അച്ചട്ടായിരുന്നു സാറേ. ആണോ? ആ, എന്തിനേറെ പറയും സാറേ. രാജീവ് ഗാന്ധിയുടെ മരണം, സുനാമി, ഇതെല്ലാം അധികം പ്രവചിച്ചതല്ലേ. അതെല്ലാം കൃത്യസമയത്ത് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ആ, അയാളെന്താ മരിച്ചോ? മരിച്ചുപോയി സാറേ. ഒരു ദിവസം പ്രശ്നം വയ്ക്കാൻ പോകുന്ന വഴിയിൽ ലോറി ഇടിച്ച് മരിച്ചു. തല ഒരിടത്ത്, ഉടല് വേറെടുത്തു. ഓ, കാണാൻ പറ്റൂല സാറേ. എന്താ സാറേ പ്രശ്നം? അല്ല, അപ്പം അയാൾ മരിക്കുന്ന കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു. ആ, ജോത്സ്യന്മാർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് സാറേ. അവരുടെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല, പക്ഷെ മറ്റുള്ളവരുടെ കാര്യം അറിയാൻ പറ്റും. അതാണ് പ്രശ്നം. എന്താ സാർ? അല്ല, അയാളുടെ മകനാളെങ്ങനെ? അച്ഛൻ്റെ അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. പൂക്കുഞ്ഞെ, ഓ, താൻ ആ ജോത്സ്യനെ പോയെന്ന് കാണണം. കാണാം സാർ. ഒരു ചെറിയ പ്രശ്നം വയ്ക്കാനുണ്ട്. അത് തന്നെ. എന്താണ് സാർ പ്രശ്നം? ഒരു കൂടോത്രത്തിന് ഒരു മറുകൂടോത്രം ചെയ്യണം സാർ. എൻ്റെ ആലീസ്, ഞാൻ പറയുന്നത് ആദ്യം ഒന്ന് മനസ്സിലാക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഒരു കാര്യവും മനസ്സിലാക്കാനില്ല. ഇത് അവര് തന്നെ. എനിക്ക് മിച്ചാൻ ഈ നാട്ടിൽ എവിടെയാ ശത്രുക്കളുള്ളത്? എനിക്കാണെങ്കിൽ ഈ നാട്ടിലുള്ള ഒറ്റ മനുഷ്യരെ അറിയത്തില്ല. ഇച്ചാനാണെങ്കിൽ ആകെ പരിചയമുള്ളത് ആ മൃഗാശുപത്രി വരുന്ന കുറച്ച് ആളുകളെയും അവിടെ ഉള്ള മൃഗങ്ങളെയുമാ. ഇവിടെ എവിടെയാ ശത്രുക്കളുള്ളത്? ഇതൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്ന് രാവിലെ അപ്പുറത്തെ വീട്ടിലുണ്ടായ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്ത് സംഭവം? അത് ഞാൻ പറയാം. ഞാനിപ്പോൾ അവരോട് എന്തോ ചെന്ന് പറയും? ഒരു പക്ഷെങ്കിൽ ഈ ഡോക്ടർ അല്ല ഇത് ചെയ്തെന്നുണ്ടെങ്കിൽ
ആ പുള്ളി എന്റെ കർണം അടിച്ച് പൊട്ടിക്കുകയല്ലേ. പവിത്ര, ഇത് അവനേ ചെയ്യൂ, വേറെ ആരും ഇത് ചെയ്യില്ല. എങ്ങനെ ഇരിക്കുന്നു? അത് അവര് വെറുതെ കള്ളം പറയുന്നതാ. അവര് തന്നെ ഏലസ് കൊണ്ട് പൂജിച്ച് നമ്മുടെ ഗേറ്റിന്റെ അവിടെ വെച്ചിട്ട് നമ്മളെങ്ങാനും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് തന്നെ ഉണ്ടാക്കിയ ഒരു കഥ. അല്ലാതെ ഞങ്ങൾ എവിടെയും മുട്ടയൊന്നും കൊണ്ട് വെച്ചിട്ടൊന്നുമില്ല. എന്റെ ആലീസ, ഇത് കഥയൊന്നുമല്ല. മുട്ട കണ്ട് പേടിച്ച് പറിച്ച ഈ സത്യപാലൻ സാർ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു. നിങ്ങൾക്ക് ഞാൻ ഈ വീടെടുത്ത് തന്നതിന് പുള്ളി ഇനി എന്നെ പറയാത്തൊന്നുമില്ല, അറിയോ? പവിത്ര, അവിടെ ഇവിടെ ഈ സംഭവം നടന്നത് ഒരേ സമയത്താണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ചെയ്തത് ഒരാളാണ്. എന്റെ ഇച്ചായ അവിടെ ഒന്നും നടന്നിട്ടില്ല. അല്ലേ തന്നെ ഒരു പോലീസുകാരന്റെ വീട്ടില് മുട്ടയിൽ കൂടോത്രം ചെയ്ത് വെക്കാൻ ആർക്കാ ഇത്ര ധൈര്യം ഉള്ളത്? എനിക്ക് മനസ്സിലാകാത്തത് ഇവിടെ ആരാ ഇത് കൊണ്ടുവച്ചെന്നുള്ളത്. അതെ, അവിടുത്തെ കേസ് വിട്. കാര്യം സത്യപാലൻ സാറിന് ഒരുപാട് ശത്രുക്കളുള്ളതാ. ചേടാ, ഇതൊരുമാതിരി പൂരാക്കുരുക്കായി പോലും. സത്യപാലൻ സാറിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര വിശ്വാസമാണ്. ഇനിയിപ്പോൾ അങ്ങേര് ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിയാം. ഞാൻ എന്നാലും പുള്ളി ഒന്ന് വിളിക്കട്ടെ. നീ സത്യം പറയണം. നീ അല്ലേടി മുട്ട കൊണ്ടപ്പുറത്ത് വെച്ച മനുഷ്യ ഒന്നാതെ എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. ഇപ്പോഴാണ് അവരെ വർത്താനം കൊണ്ട് വരും. അല്ലെങ്കിൽ അല്ല. എന്താ ഓക്കെ. ഹലോ, എന്തായി രാജേന്ദ്ര? കിട്ടിയോ? എങ്ങനെ? ആ, എന്നിട്ട് ആണോ? ആ, ഇപ്പൊ എവിടുന്നാ? അല്ല, ഞങ്ങൾ അങ്ങോട്ട് വരണോ? ആണോ? ആ, വേണ്ട 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 വേണ്ട, ഞാൻ സാറിനോട് പറഞ്ഞോളാം. ആ, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ. പറയൂ സാറേ, ഒരു സംഭവമുണ്ട്. സംഭവം ഉണ്ടായി കഴിഞ്ഞോ? ഞാൻ ഡോക്ടറിന്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ ആർച്ച എവിടെ ഉണ്ടോ? ആർച്ച മൂർച്ച ഒന്നും ഇവിടെ ഇല്ല. ഒരു സംഭവം ഉണ്ടെന്ന്. സാർ, ഒരു സംഭവം ഉണ്ട്. മിണ്ടരുത്. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, മിണ്ടണം. പറയേ. സാർ, രാജേന്ദ്രൻ വിളിച്ചിരുന്നു. മിണ്ടരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്. സാറ് രണ്ടും കൂടെ പറഞ്ഞാൽ എന്നാ ചെയ്യുന്നത്? ഞാൻ മിണ്ടണോ അതോ മിണ്ടണ്ടേ? ഒരു മിനിറ്റ്, ഞാനൊരു ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. പവിത്രം പറയൂ. സാറിന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കിട്ടിയില്ലേ? അതുപോലൊരു കൂടോത്രം ഇവിടുത്തെ ഡോക്ടറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ചെയ്യിച്ചത് സാറാന്നാ പറയുന്നത്. പിന്നെ എനിക്ക് അതല്ലേ പണി. അതെ, അവന്റെ ഉടായ്പൊന്നും എൻ്റെ അടുത്ത് വേണ്ടെന്ന് പറയും. ഇത് പിടിക്കപ്പെടുന്ന പറയുമ്പോ അവന്റെ പുതിയ നമ്പറാ കേട്ടോ. പറയൂ. സാറേ, ഈ പോലീസ് അന്വേഷിച്ച് നടന്ന അംബുജാക്ഷൻ ഇല്ലേ, നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞേ. ആ, അംബുജാക്ഷനെ. ആ, അവൻ നമ്മുടെ CPO രാജേന്ദ്രന് കൈപ്പെട്ടു. എങ്ങനെ? അവൻ ഇവിടെ വന്ന് ചാടിയിട്ട് 2-3 ദിവസമായി. ജോൽസിന്റെ വേഷം കിട്ടി ഒരു സ്ഥാപനം നടത്തുകയായിരുന്നു. സ്ഥാപനത്തിൽ ആൾ വരാതായപ്പോഴേ ഒരു നോട്ടീസ് അടിച്ചിറക്കി. എന്ത് പ്രശ്നത്തിനും പരിഹാരം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആള് ചെന്നില്ല. ഇയാൾ എന്ത് ചെയ്തെന്നറിയോ? ആ പരിസരത്തുള്ള വീടുകളിൽ ഏലസും തകിടും ഒക്കെ കൊണ്ടിട്ടു. ഇത് കണ്ട് പേടിച്ചിട്ടെങ്കിലും ആരെങ്കിലും പരിഹാരം കാണാൻ വരുമല്ലോ എന്ന് കരുതി. ആ, അറിഞ്ഞിടത്തോളം സാറിന്റെ വീടിന്റെ ആ പ്രദേശങ്ങളിലായിരുന്നു ഓപ്പറേഷൻ. അല്ല, സാർ ഇതൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞെങ്കിൽ അവനെ വെറുതെ വിടുവോ? വെറുതെ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. അപ്പൊ എവിടെയുണ്ട്? രാജേന്ദ്രൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. വരട്ടെ. കാളെ പെറ്റു നിൽക്കുമ്പോ കയറെടുക്കാന്നുള്ള ഒരു പ്രയോഗം മലയാളത്തിലുണ്ട്, കേട്ടിട്ടുണ്ടോ? എന്തൊക്കെയായിരുന്നു ഇവിടെ പുകില്. ഡോക്ടറാണ് അത് ചെയ്തത്, വേറെ ആരും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. മനുഷ്യനാകുമ്പോ ഒരു അബദ്ധമൊക്കെ പറ്റും. അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നും. ഒരബദ്ധം? നിനക്ക് എത്ര അബദ്ധം ആടി പറ്റിയിട്ടുള്ളത്? എത്ര അബദ്ധത്തിനായാലും നീ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പോകുന്നില്ല. ഇച്ചാൻ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു സംശയം തോന്നി, അത് ഞാൻ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. സംശയവും? ഡോക്ടർ തന്നെയാണ് ഇത് ചെയ്തെന്നല്ലേ സത്യേട്ടൻ പറഞ്ഞത്? സംശയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായി. എന്ത് സാധ്യത? അല്ലെങ്കിൽ തന്നെ ഡോക്ടർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്നെ വശീകരിക്കാൻ, നേരായ മാർഗത്തിലൂടെ നിന്നെ വശീകരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അവൻ കൂടോത്രത്തിലൂടെ അതിനുള്ള ശ്രമം നടത്തി. അങ്ങനെ വരുമ്പോ എനിക്ക് സംശയിച്ചൂടെ? അപ്പൊ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. ഇച്ചാനെ വശീകരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, വന്ന അന്ന് തൊട്ട് അവരുടെ ഒരു കണ്ണ് ഇച്ചാന്റെ പുറത്തുണ്ട്. അത് നടക്കാതെ വന്നപ്പോ അവര് ജോത്സ്യനെ കണ്ട് കൂടോത്രം ചെയ്തു എന്ന് നമുക്ക് ഇതുപോലത്തെ വിവരക്കേട് ഇനി നീ എഴുന്നള്ളിച്ചാൽ എന്റെ തനി സ്വഭാവം നീ കാണും. ഞാൻ പറഞ്ഞല്ലോ ഇനി ഇങ്ങനെ ഉണ്ടാവില്ലെന്ന്.
പിന്നെ എന്തിനാ നീ വീണ്ടും ചൂടാവുന്നേ? ഇച്ചായ എനിക്കൊരു അബദ്ധം പറ്റി, കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം. ഇനി സത്യമായിട്ട് ഞാൻ ഇങ്ങനെയൊന്നും പറയത്തേ ഇല്ല. വിട്ടുകളാം. ആ പക്ഷേ ഇതിന്റെ പേരില് അവരോട് അടുക്കാൻ എങ്ങാനും നിന്ന് കഴിഞ്ഞ എന്റെ തനി സ്വഭാവം അറിയും. വേണ്ട ഇച്ചായ, നമുക്കത് വേണ്ട. നീ ആരടി മണിച്ചിത്രത്താലെ ഗംഗയാ? സ്വഭാവം ടക്കനെ മാറിക്കൊണ്ടേയിരിക്കുന്ന. പിന്നെ ആർച്ചേ, ഇപ്പൊ പറ്റിയത് പറ്റി. ഇനി ഇതിന്റെ പേരിൽ ആ ഡോക്ടറെ അടുത്ത് ലോഹ്യം കൂടാനൊന്നും പോകണ്ട കേട്ടല്ലോ.